ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ലച്ചൊന്നുമില്ല കേട്ടോ, ഇൻട്രോ പറയാൻ ലച്ചു ഉറങ്ങി. ലച്ചുവിന് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടേ. അപ്പം ഞങ്ങളൊരു കോഴിക്കോട് വെച്ചിട്ടൊരു ഫാഷൻ ഷോയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതിന് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ മുഴുവനായിട്ട് ഈ വീഡിയോയിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഏത് പാട്ട് വേണം സൽമാൻ? ഏത് പാട്ട് വേണം? എന്തിട്ടാലും കളിക്കും. അതാണ് ഉഷാറ്. നല്ലൊരു കൈയടി. സോ സൽമാൻ ഒരു നല്ല അടിപൊളി സോങ് ഇട്ട് കൊടുക്കുക. സൽമാൻ ഒരു 2 സ്റ്റെപ്പ് നമുക്ക് വേണ്ടിയിട്ട് ഇന്നിവിടെ പ്രസന്റ് ചെയ്യും. Yes, Roma Mansoor. And she's the CEO and founder of Our Angels. In നമ്മുടെ കൂടെ നമ്മുടെ ജഡ്ജ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. So ma'am, tell something about our show. Hello, good evening everyone. Firstly, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഓൾ ദ ബെസ്റ്റ്. ആൻഡ് പിന്നെ പറയാനുള്ളത് എലോൺ ആൻഡ് ഇവൻസിനോടാണ്. ലച്ചൊക്കെ ഷോ തുടങ്ങിയപ്പോഴേക്ക് ആകെ ക്ഷീണമായിട്ടോ. കാരണം മേക്കപ്പൊക്കെ ഈ 30 കുട്ടികളെയും ചെയ്ത് കഴിഞ്ഞവരെ ഓരോരുത്തർ ചെയ്തിട്ട് ടൈമിങ് ഒരുപാട് വന്നിരുന്നു. അപ്പോഴേക്ക് കുട്ടികളൊക്കെ ആകെ ക്ഷീണിച്ചു. പിന്നെ സ്റ്റേജിൽ നിന്ന് ഷോ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ലച്ചൂടെ ഒരേ മാച്ചിങ് ഡ്രസ്സായിരുന്നു കേട്ടോ. ഞാനെന്നല്ല, അവിടെ എല്ലാ പേരൻസും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ പങ്കെടുക്കേണ്ടത് അങ്ങനെയാണ്. കാരണം നമുക്ക് അവർ പറഞ്ഞിരുന്നു, എന്താ പറയുക, 2 പേരൻസും കുട്ടി ഒരുപോലെ മാച്ചിങ് ഡ്രസ്സ് ഇടണം എന്നുള്ളത്. Now we have our next contestant coming here. So I already mentioned in Mumbai. We also have with us Nadir Shah, actor, director of Malayalam film industry. നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. നല്ലൊരു കൈയ്യടിയോടെ let's give a warm welcome to Mr. Nadir Shah. നല്ലൊരു കൈയ്യടി. He's joining us today, and now let's see our beautiful boys and girls walking around. കാണാൻ മുന്നേ പോയിട്ടിരുന്നു. നമ്മുടെ music mother, we have it from DJ Tips, one of the youngest DJ and DJ of the Fashion Festival, and also perform for Asia #1 Music Festival, Sunburn. നമ്മുടെ ഈ കോഴിക്കോട് ആ ഒരു അവാർഡ് കൊടുക്കുന്നതായിരിക്കും. ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. അതേ സമയത്ത് അങ്ങനെ ലാസ്റ്റ് ഷോ കഴിയുമ്പോഴേക്ക് നാദിർ ഷാ, അതുപോലെ എന്താ പറയുക, ഷിയാസ് കരീം, അങ്ങനെ പ്രശസ്ത ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു കോമ്പറ്റീഷൻ ആക്കാൻ പറ്റില്ല, കാരണം എല്ലാ മക്കളും ഒരുപോലെയല്ലേ. അപ്പോൾ അത് അവരുടെ മനസ്സ് വേദന, എന്താ പറയുക, ഈ കുട്ടികളുടെ മനസ്സ് നമ്മൾ ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള ഷോകളിലൊക്കെ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ ആയി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് ഫസ്റ്റും സെക്കൻഡും അവർക്ക് കാര്യങ്ങൾ ഇതുപോലെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ എന്തായാലും അവർക്ക് ടെൻഷനാവും. അപ്പോൾ ഒരിക്കലും അതൊരു കോമ്പറ്റീഷൻ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അതുപോലെ മൊമെൻറ്റോ കൊടുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പങ്കെടുത്തപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പ്രാവശ്യം പങ്കെടുത്ത എല്ലാവർക്കും മൊമെൻറ്റോ കൊടുത്തിട്ട് വിട്ടു. കാരണം ഇതൊരു കമ്പനി, അഡോൾ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഫാഷൻ ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും ഭംഗിയായിട്ട് പങ്കെടുക്കാൻ കഴിയും. ലച്ചുതാ ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കാരണം ഒക്കെ ഊരി വലിച്ചെറിയണം. ഡ്രസ്സൊക്കെ ഈ ഡ്രസ്സ് വേണ്ട, അത് കുത്തുണ്ട്, മേക്കപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലും വാശിയും ദേഷ്യമൊക്കെ ആയിട്ടോ.
അപ്പോൾ ഇത് ഷോ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ഡ്രസ്സൊക്കെ എന്താ പറയുക, അവർക്ക് മൊമെൻറ്റോ വാങ്ങാൻ വേണ്ടി ആ ഡ്രസ്സിൽ തന്നെ സ്റ്റേജിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അത് അയക്കാനും പറ്റുന്നില്ല. ആകെപ്പാടെ ബുദ്ധിമുട്ടി. എന്നാലും വേണ്ടിയില്ല, അത്രയും വലിയ സ്റ്റേജ് കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു ഞാൻ. എന്താ നല്ല വണക്കത്തിൽ ഉണ്ട്, മുണ്ടൂല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വിളിച്ചിട്ടൊന്നും വരാതെ ആ വേസ്റ്റ് ബക്കറ്റിൻ്റെ അവിടെ പോയിട്ട് അടപ്പ് തുറക്കണോ അടക്കണമൊക്കെ ചെയ്യുന്നുണ്ട്. Mr. Ranjit, the venue partner, our CEO of this venue, please requesting him to join us, Blue Diamond Mall Day. Alright, next on stage, one of our good friends and always a public character, calling on Mr. Shiraz Kareem onto the runway. Jamshid Mandir to please join us on stage. Mr. Firoz Khan, Big Boss fame, also dancer, so joining us as Firoz. And now, the newly married guy, Joel Master on the runway. And now, an improved other to please join us on stage. Hello, everybody. Mr. Father, to please join us on stage. Father Bertoli, to please join us on stage. Calling on writer and actor, Mr. Sajid Raj. So this is the CEO, Shamna, the lady boss running the show today. That's the beauty of it. And now we have Mr. Shia joining us. Public
5 മെമ്പേഴ്സിനെ ബിസിനസ് എക്സലൻസ് അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവർ ഈ കോഴിക്കോട് എന്ന ഈ മണ്ണിൽ അവർ ചെയ്തിട്ടുള്ള വർക്കിന് അവരുടെ ബിസിനസിന്റെ എക്സലൻസ് അവാർഡ്. അതിനോടൊപ്പം തന്നെ we have one more as icon, okay, the icon of Calicut 2024 എന്നുള്ള ഇന്ത്യൻ അവാർഡാണ്. ഇതൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് തന്നെ വിളിക്കാം. സോ ഞാനല്ല ശരിക്കും നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. പക്ഷെ ഒരുപാട് സന്തോഷം തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇതൊരു പരീക്ഷണ വേദിയാണ്. സാധാരണ ഗതിയിൽ നമ്മൾ ഒരുപാട് സ്റ്റേജിൽ പോയിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഈ ഫാഷൻ ഷോ നടക്കുന്ന സ്റ്റേജിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് അടിപൊളി പേരാണല്ലോ. ഓൾറെഡി നീളം കുറഞ്ഞ പേരായിപ്പോ അല്ലേ? സോ നിസാനയുടെ മമ്മി സുനിത ജാസ്മിൻ ഫ്രം മഞ്ചേരി. അപ്പൊ മഞ്ചേരിയിൽ ഈ സുന്ദരി കുട്ടികളെ പ്രസന്റ് ചെയ്യാൻ വന്നതാണ്. സോ നമ്മുടെ ജഡ്ജസിന് എൽസി ആയിട്ട് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യാനുണ്ട്, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ജഡ്ജസ് ചോദിക്കുന്നതിലൂടെ ആൻസർ പറയാം. So thank you so much. Elsa, അടിപൊളി. Okay, thank you. Now introducing our next contestant. we have the Business Excellence Award. Okay, Business Excellence Award ഉള്ള വ്യക്തികൾ ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. സോ ഐ റിക്വസ്റ്റ് them to stay back on stage itself. സ്റ്റേജിൽ തന്നെ വെയിറ്റ് ചെയ്യുക. All right, now I request. Okay, Business Excellence Award ലഭിച്ചവർ അല്ലെങ്കിൽ ലഭിക്കാൻ ഓൾറെഡി റെഡി ആയിട്ടുള്ളവർ ദയവായി ഇവിടെ നിൽക്കുക. എല്ലാവർക്കും you can be seated. ഇപ്രാവശ്യമാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായത് കേട്ടോ. അതായത് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരൊക്കെ ചെയ്തു, അത് കുട്ടികൾ മാത്രം കയറിയാൽ മതി. ഇനി ഇപ്രാവശ്യം എന്താ പറയുക, പേരൻറ്റും കൂടെ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ നിവർത്തിയില്ലാതെ കയറി. രണ്ടത്തെ ജസ്നയും മോനും കൂടെ ഉള്ള ഷോ ആണ്.